TS ബാലന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ 5ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഈ ഭൂമിയിലുള്ള എന്തെങ്കിലുമൊക്കെ നേടുവാൻ വേണ്ടി അങ്ങനെ ഇറങ്ങുന്ന അനേകരുണ്ട്. അത് ശരിയായ വിശ്വാസമല്ല. അതുകൊണ്ട് ഇവരെങ്ങനെയാണ് കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായത് എന്ന് എനിക്ക് അറിയണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് ഞാൻ അവരോട് അതേപ്പറ്റി വിശദമായി സംസാരിച്ചു. അങ്ങനെ അവർ ആ സത്യം പറയുവാൻ ഇടയായി. എന്റെ ഭാര്യയുടെ പിതാവ് 35ഓളം വർഷം മുൻപ് അൾസർ ബാധിച്ച് റാന്നി മന്നമരുതി ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. മരിച്ചു പോകുമെന്ന് ഡോക്ടർമാരൊക്കെയും വിധിയെഴുതി. പ്രത്യാശയ്ക്ക് യാതൊരു വകയുമില്ലാത്തതായ സമയം, മരണം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഒരു ദിവസം ചില സുവിശേഷകർ അവിടെ കടന്നു വരികയും ചില ട്രാക്റ്റുകളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. ആ ലഘുലേഖകൾ അദ്ദേഹം വായിച്ചു. അന്ന് രാത്രി അദ്ദേഹം ഒരു ദർശനം കണ്ടു. യേശു മുമ്പിൽ വന്ന് നിൽക്കുന്നു. നീ എന്നിൽ വിശ്വസിച്ചാൽ നിനക്ക് സൗഖ്യം തരാം എന്ന് കർത്താവ് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് സൗഖ്യം തരണം. ഏതായാലും പിറ്റേന്ന് ഡോക്ടർമാർ ഇദ്ദേഹത്തെ വന്ന് പരിശോധിച്ചപ്പോൾ രോഗം സൗഖ്യമായിരിക്കുന്നു എന്ന് കണ്ടെത്തി. എങ്കിലും 2-3 ദിവസം കൂടി അവിടെ കിടന്നു. രോഗം പൂർണ്ണമായി സൗഖ്യമായി എന്ന് ഡോക്ടർമാർ വിധിച്ചു. അദ്ദേഹത്തിന് ഒരു വിധത്തിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യാത്ത, വിശദീകരിക്കാനാവാത്ത ഒരു സംഭവമായിരുന്നു. അങ്ങനെ അദ്ദേഹം കിടക്കയും എടുത്ത് വീട്ടിലേക്ക് വന്നു. എങ്കിലും വീട്ടുകാർ ഈ പുതിയ സിറ്റുവേഷനോട് പൊരുത്തപ്പെടുവാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഒരു നായർ കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ട് അവരുടെയൊക്കെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മാപ്പിളയാകാൻ അവർ തയ്യാറല്ലായിരുന്നു. മാപ്പിള എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ക്രിസ്ത്യാനി എന്നാണ് അർത്ഥം. പാരമ്പര്യമുള്ളതായ ഒരു നായർ കുടുംബത്തിൽ നിന്നും ഏതോ ഒരു രോഗം സൗഖ്യമായി എന്നും പറഞ്ഞ് മാപ്പിളയാകുന്നത് ശരിയായ നടപടിയല്ല എന്നായിരുന്നു അവരുടെയൊക്കെയും ചിന്ത. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് എന്റെ മദറിലോ, അവര് സാധാരണഗതിയിൽ ആരെയും അനുസരിക്കുന്ന സ്വഭാവമുള്ള സ്ത്രീ ആയിരുന്നില്ല ആ കാലത്ത്. എന്നാൽ കർത്താവിനെ കണ്ടെത്തിയതിനു ശേഷം വളരെ മാതൃകയുള്ള ഒരു സ്ത്രീയായി അവർ മാറി എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്നാൽ അന്ന് സ്വന്തം ഭർത്താവിനെ പോലും അവർ ഒരു അളവിലധികം അനുസരിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഈ സ്വന്തം ഭാര്യയെ പോലും ഭയന്നാണ് യോഗത്തിന് പോയിക്കൊണ്ടിരുന്നത്. അതീവ രഹസ്യമായി യോഗത്തിന് പോയിരുന്നു. എന്നാൽ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എന്റെ ഭാര്യയെ എങ്ങനെയെങ്കിലും മനസ്സാന്തരത്തിലേക്ക് നയിക്കണം, ഞങ്ങൾക്ക് കുടുംബമായി നിന്നെ സേവിക്കണം എന്ന് അദ്ദേഹം പതിവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ഒരു ദിവസം അദ്ദേഹം യോഗത്തിന് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ പോയി. അന്നത്തെ യോഗത്തിൽ ആ പ്രസംഗം കേട്ട് അവരും രക്ഷിക്കപ്പെടുവാനിടയായി. ഏറെ താമസിയാതെ കുടുംബമായി അവർ കർത്താവിന് വേണ്ടി ഇറങ്ങുവാൻ ഇടയായി തീർന്നു. അവർ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ പലരും പറഞ്ഞു, നിനക്കൊരു മകളുണ്ടെന്ന് ഓർത്തുകൊള്ളണം. അവർ പറഞ്ഞതിന്റെ അർത്ഥം, നീ ഇതിന്റെയൊക്കെ പിന്നാലെ പോയാൽ നിന്റെ മകളെ ആരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും എന്നാണ് ചോദിച്ചതിന്റെ അർത്ഥം. അവരുടെ ചിന്തയിൽ ഈ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ ഏതൊക്കെയോ താണജാതിക്കാരെന്ന് അവർ വിശ്വസിക്കുന്ന ചിലർ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇതിന്റെ പിന്നാലെ പോയാൽ അങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ട് വിവാഹം കഴിപ്പിക്കേണ്ടതായി വരും, അതിന്റെ ഫലം നീ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എങ്കിലും ജീവനുള്ള ദൈവത്തെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ഭാവിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായി. എങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുതേ, ലജ്ജിപ്പിക്കരുതേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. ജാതി മതം എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും സ്ഥാനജാതിക്കാരെന്ന് പൊതുജനം കണക്കാക്കുന്ന ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ആ പെണ്ണിനെ അങ്ങോട്ടാണ് പറഞ്ഞു വിടുവാൻ ഇടയായതെങ്കിൽ, ആ വിധത്തിലാണ് ഒരു വിവാഹം നടക്കുന്നതെങ്കിൽ അത് അദ്ദേഹത്തിന് നാണക്കേടിന് കാരണമായി തീരും. വീണ്ടും പറയട്ടെ, ജാതി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. മനുഷ്യൻ നിർമ്മിച്ചതാണ്. ഉയർന്ന ജാതി താണജാതി എന്ന് പറയുന്നതിൽ അർത്ഥം ഒന്നും തന്നെ ഇല്ല. എങ്കിലും പൊതുജനം അങ്ങനെയല്ലല്ലോ ധരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിധത്തിലൊരു വിവാഹം നടന്നാൽ അദ്ദേഹത്തിന് നാണക്കേടായി തീരും എന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു. അങ്ങനെ അതിനുവേണ്ടി പലവട്ടം പ്രാർത്ഥിച്ചു. ആ വിധത്തിൽ ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഉചിതമായ ഒരു വിവാഹം വരും എന്ന് ദൈവത്തിന്റെ ആത്മാവ് അദ്ദേഹത്തെ അറിയിച്ചത്. എന്റെ വിവാഹാലോചന ചെന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, കർത്താവ് പറഞ്ഞത് ശരിയാണ്, കർത്താവ് ഇതാ വാക്കു പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഏറെയൊന്നും അന്വേഷണം പോലും നടത്താതെ ഞങ്ങളുടെ വിവാഹം നടക്കുവാനിടയായി. ഇപ്പോൾ വിവാഹം നടന്നിട്ട് 25 വർഷമായി. സന്തോഷകരമായ ഒരു കുടുംബ ജീവിതവും എനിക്ക് കർത്താവ് തന്നിരിക്കുന്നു. ഞങ്ങളിപ്പോൾ കുടുംബമായി പെരുമ്പാവൂരിൽ താമസിച്ച് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ദൈവം 5 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. അവരും ദൈവകൃപയിൽ നിൽക്കുന്നു എന്ന് സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഇനി ഇവന്റെ സാക്ഷ്യം ഞാൻ ഏറെ വലിച്ചു നീട്ടുന്നില്ല. പറയേണ്ടതെല്ലാം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ നിരവധി കാര്യങ്ങളുണ്ട്. ദൈവം ഏതു വിധത്തിലാണ് വഴി നടത്തുന്നത്,
അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, അല്ലെങ്കിൽ ഞാൻ കണ്ട അത്ഭുതങ്ങൾ എന്തൊക്കെ, അങ്ങനെ പല വിഷയങ്ങൾ പറയുവാനുണ്ട്. അത് തുടർന്നുള്ള ഓരോ ക്ലാസ്സുകളിലും എന്റെ അനുഭവത്തോട് ചേർത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതായി വരും. അത് അപ്പോൾ വിശദീകരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം വീണ്ടും ഞാൻ നിങ്ങളോട് പറയട്ടെ. എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ആ ദിവസം ഞാൻ കർത്താവിനെ കണ്ടെത്തിയ ദിവസമാണ്. എന്റെ ജീവിതത്തിൽ എടുത്തതായ ഏറ്റവും ബുദ്ധിപൂർവമായ തീരുമാനം യേശുവിനെ പിൻപറ്റുവാൻ വേണ്ടി എടുത്ത തീരുമാനമാണ്. ഞാൻ യേശുവിനെ പിൻപറ്റിയതോടുകൂടി എന്റെ ജീവിതത്തിൽ നിന്നും മരണഭയം മാറിപ്പോയി. അതുവരെയും ഞാൻ ഇന്ന് മരിക്കുമല്ലോ, നാളെ മരിക്കുമല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതെയാകുമല്ലോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. യേശുവിനെ കണ്ടതോടുകൂടി ജീവിതത്തിൽ നിന്നും മരണഭയം വിട്ടുപോയി. ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ അവസ്ഥ എന്തായിത്തീരും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് നന്നായി അറിയാം. ജീവനുള്ള ദൈവം എന്നോടൊപ്പമുണ്ട്. എന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു തരുവാൻ കഴിവുള്ള ദൈവം എന്നോടൊപ്പമുണ്ട്. അങ്ങനെ തന്നിട്ടുണ്ട്. അതേപ്പറ്റിയുള്ളതായ വിശദീകരണങ്ങളും പിന്നാലെ ഞാൻ പറഞ്ഞുകൊള്ളാം. ഏതോ സങ്കല്പത്തിലോ കെട്ടുകഥകളിലോ ഉള്ള ഒരു ദൈവത്തെയല്ല, ഇന്നും ജീവിക്കുന്ന ദൈവം, കയ്യെത്താവുന്ന അത്ര അടുത്ത് എന്നോടൊപ്പം നിൽക്കുന്ന ദൈവം, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും എനിക്ക് മറുപടി തരുവാൻ ഇത്ര അടുത്തിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ അറിയുവാൻ എന്റെ ജീവിതത്തിൽ ലഭിച്ചതായ ഭാഗ്യമോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്ര നല്ലൊരു കർത്താവിനെ പിൻപറ്റുവാൻ തീരുമാനമെടുക്കുവാൻ എനിക്ക് കഴിഞ്ഞതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 10 വർഷം കഴിഞ്ഞ് എന്റെ അമ്മ വിശ്വാസത്തിൽ വരുവാൻ ഇടയായി. അതെന്റെ ഭാര്യയുടെ നല്ല നടപ്പ് കണ്ടു തന്നെയാണ് വിശ്വാസത്തിൽ വന്നത്. അന്ന് ഞാൻ നാഗാലാൻഡിൽ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായി ജോലി ചെയ്യുകയായിരുന്നു. എന്റെ അമ്മയും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് അമ്മ മനസ്സാന്തരപ്പെടുവാനും സ്നാനപ്പെടുവാനും ഇടയായി. 4-5 വർഷം മുൻപ് അമ്മ മരിച്ചു. കർത്താവിൽ പ്രത്യാശയുള്ള വ്യക്തിയായി മരിച്ചു. മരണത്തിന് മുൻപ് അമ്മ പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഏറ്റവും അവസാനമായി പറഞ്ഞത്, കർത്താവേ, നീ എന്നെ വിളിക്കുകയാണോ എന്നാണ് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ദൂതന്മാർ അവിടെ വന്ന് നിൽക്കുന്നതും അമ്മയെ വിളിക്കുന്നതും അമ്മ കണ്ടിരിക്കാം. ഒരുപക്ഷെ കർത്താവ് വിളിക്കുന്നത് തന്നെ കണ്ടിരിക്കാം. അതുകൊണ്ടാണ് നീ എന്നെ വിളിക്കുകയാണോ എന്ന അവസാനമായി ഒരു വാക്ക് പറഞ്ഞാണ് 5 വർഷം മുമ്പ് എന്റെ അമ്മ മരിച്ചത്. എന്റെ സഹോദരി വിശ്വാസത്തിൽ കടന്നു വരുവാൻ ഇടയായി. അവരുടെ കുടുംബം, അവരുടെ മക്കൾക്ക് വിശ്വാസത്തിൽ വരുവാൻ ഇടയായി. എന്റെ ബന്ധുമിത്രാദികളിൽ മറ്റു ചിലരും വിശ്വാസത്തിൽ വരുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ കർത്താവിന്റെ പിന്നാലെ ഞാൻ ഇറങ്ങിയത് നിമിത്തം എന്റെ ബന്ധുക്കളായ പലരും, എന്റെ മിത്രങ്ങളായ പലരും കർത്താവിനെ കണ്ടെത്തുവാൻ ഇടയായി. ഈ നിത്യസന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. ഈ സാക്ഷ്യം കേൾക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശുവിനെ പോലെ നല്ലൊരു രക്ഷകൻ മറ്റെങ്ങും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഏറ്റവും അടുത്തിരുന്ന് നിങ്ങൾക്ക് ഉത്തരം തരുവാൻ ഇതുപോലൊരു ദൈവത്തെ നിങ്ങൾക്ക് മറ്റെങ്ങും കണ്ടെത്തുവാൻ കഴിയുന്നതല്ല. നിങ്ങൾക്ക് നിത്യരക്ഷ തരുവാൻ യേശുവിനല്ലാതെ മറ്റാർക്കും കഴിയുന്നതല്ല. യേശുവിനെ നിങ്ങൾ നേടിയാൽ നിങ്ങൾ എല്ലാം നേടിക്കഴിഞ്ഞു. ഈ മുഴുലോകവും നേടിയിട്ടും യേശുവിനെ നിങ്ങൾ നേടിയില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമായി തീരും. ഇതെന്റെ അനുഭവമാണ്. അർഹിക്കുന്ന ഗൗരവത്തിലെടുക്കുക, യേശുവിനെ സ്വീകരിക്കുക. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. TS ബാലന്റെ അനുഭവ സാക്ഷ്യം ശ്രദ്ധിക്കുവാൻ സന്മനസ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങൾ ഇത് ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതരായ പ്രിയപ്പെട്ടവർക്കും ഇത് കൈമാറുക. ദൈവം നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.